ഒക്കെ എങ്ങനെയാ സരിവിന്റെ ഭക്ഷണമൊക്കെ ഇപ്പം വെജ് അല്ലേ കൂടുതൽ ഫോളോ ചെയ്യുന്നത്? അപ്പൊ എങ്ങനെയാണ്? ബുദ്ധിമുട്ട് ആക്ച്വലി. പുറത്തോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെയുള്ളത് വെജ് എന്ന് പറഞ്ഞാൽ അത് കുറെ പച്ചക്കറി വരും, മാത്രമേ വെജ് ഓപ്ഷൻ ഇല്ല. കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും പിന്നെ നമ്മൾ ഷോസ് ഒക്കെ കണക്ട് ചെയ്ത് പോകുമ്പോൾ മിക്കവാറും ഏതെങ്കിലും ഒരു സ്പോൺസറൊക്കെ പരിചയമുള്ള ആളുടെ പുള്ളിയോടൊക്കെ പറയും ചേട്ടാ ഇത്തിരി ചോറ് ഉച്ചയ്ക്ക്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നത്. കാരണം വെജ് ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് പോയി കഴിയുമ്പോൾ. ഈ എംബ്രോഡൊക്കെ ഷോസിന് പോകുമ്പോഴും അതാ ഞാൻ പറഞ്ഞത്, എബ്രോഡ് ഷോസിന് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഭയങ്കര ടഫാണ്. കാരണം ഞാൻ പിന്നെയും ഫിഷ് കഴിക്കും, അമ്മ ഒന്നും കഴിക്കില്ല. അമ്മ മുട്ട പോലും കഴിക്കില്ല. അയ്യോ. അപ്പം അവിടേക്കുള്ളവർക്ക് വെജ് എന്ന് പറഞ്ഞാൽ അതിന് എഗ് ആഡഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി സാലഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, കുറെ പച്ചല മാത്രം, അല്ലെങ്കിൽ അതൊക്കെ അമ്മയ്ക്ക് ഫിഷ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയും ചിലപ്പോൾ. അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പുറത്ത് വന്നു കഴിഞ്ഞാൽ. ശരിക്കും ഗ്രൂപ്പായിട്ട് വേണം, സത്യം. അപ്പോഴാണ് ഭയങ്കര ആഘോഷമായിട്ട് കഴിക്കാൻ പറ്റും. അന്നേരം ഒരു ഫിഷിനെയൊക്കെ ഇരുന്ന് വദന വരും. ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാറുണ്ടോ? ഇപ്പം ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് അവിടുത്തെ നമ്മൾ ലെഷർ ട്രാവലിംഗ് ആണെങ്കിൽ മാത്രമേ ഷോസ് ഒക്കെ ആയിട്ട് പോകുമ്പം എനിക്ക് ഒന്നാമത് എനിക്ക് ഡാൻസ് ആണെങ്കിൽ സ്റ്റേജ് കയറുന്നത് വരെ ഭയങ്കര ടെൻഷനാണ്. സ്റ്റേജ് കയറിയ സെക്കൻഡ് ഞാൻ മറന്നു പോകും ടെൻഷൻ, പക്ഷെ സ്റ്റേജ് കയറുന്നവരെ ഭയങ്കര ടെൻഷനാണ് എനിക്ക് ഡാൻസ്. അപ്പോൾ ഞാൻ ഫുഡൊന്നും ഉണ്ടാവില്ല, കാര്യമായിട്ട് ലൈറ്റായിട്ടേ കഴിക്കുള്ളൂ. എനിക്കിങ്ങനെ ഡാൻസ് ആണ് ഇങ്ങനെ ഓർത്ത് സ്റ്റെപ്പ് ഇങ്ങനെ ഇപ്പം ബീച്ചേടം പറഞ്ഞില്ലേ, അതേപോലെ ഞാൻ എല്ലാ ഡാൻസും വീഡിയോ എടുത്ത് വയ്ക്കും. ഈ വീഡിയോ നോക്കി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും സ്റ്റേജിൽ കയറണം വരെ. ഭയങ്കര ടെൻഷനായിരിക്കും. മധുരത്തിൻ്റെ ആളാണോ? ഇല്ല, എരിവാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു മധുരം അല്പം മധുരം